ഇന്ന് എനിക്ക് ഡോക്ടറെ കാണാനൊന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഞാനും ഏട്ടനും ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലുലുവിൽ ഒന്ന് കയറാമെന്ന്. നമുക്ക് ഗിഫ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ, അതൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇനി ലുലുവിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ദേ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. നേരെ പോകുന്നത് ഹൈപ്പറിലേക്കാണ് കേട്ടോ. ഇപ്രാവശ്യം കണക്റ്റിലേക്ക് ഒന്നും പോകുന്നില്ല, നേരെ പോയത് നമ്മൾ ഹൈപ്പറിലേക്കായിരുന്നു. ഇന്ന് കുട്ടികളില്ല കേട്ടോ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന കാരണം കുട്ടികൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ. അപ്പോൾ ഇന്ന് നമ്മൾ തന്നെയാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. ഗിഫ്റ്റ് കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികവും വാങ്ങുന്നത് ഫുഡ് ഐറ്റംസ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഓരോരോ ഐറ്റംസും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രോസ്റ്റഡ് ആയിരിക്കും കേട്ടോ. ഞാൻ എന്തൊക്കെ വന്നാലും ബ്രോസ്റ്റഡ് വാങ്ങിക്കും, പിന്നെ കുറച്ച് സാലഡൊക്കെ മേടിക്കും. അപ്പോൾ ഇതേ ഓരോരോ ഐറ്റംസ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതെന്താ എന്നും ഗിഫ്റ്റ് കാർഡ് കൊണ്ട് പോകുന്നത് എന്നല്ലേ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഓണത്തിന് ഗിഫ്റ്റ് കാർഡാണ് തരാറുള്ളത് ഗിഫ്റ്റായിട്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് ഗിഫ്റ്റ് കാർഡ് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പോക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കാർഡ് മൊത്തം പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ബിൽ പേ ചെയ്യാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഓഫർ കഴിഞ്ഞ കാരണം അത്ര തിരക്കില്ല കേട്ടോ, എന്നാലും ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്യാനായിട്ട് നിൽക്കുവാണ്. അങ്ങനെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. എനിക്ക് നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ദൂരം ഡ്രൈവൊക്കെ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്.